പറഞ്ഞ കാലാവധി കഴിഞ്ഞിട്ടും സുഗ്രീവനിൽ മാറ്റമൊന്നും കാണാഞ്ഞതുകൊണ്ട് ഹനുമാൻ സുഗ്രീവനോട് ശ്രീരാമനോടുള്ള വാക്ക് മറന്ന് ലൗകിക സുഖങ്ങളിൽ മുഴുകിപ്പോയതിനെപ്പറ്റി ഓർമ്മിപ്പിക്കുന്നു. ഹനുമാന്റെ വാക്കുകളിൽ നിന്ന് തിരിച്ചറിവുണ്ടായ സുഗ്രീവൻ സീതാന്വേഷണത്തിനായി നാനാദിക്കുകളിലേക്കും വാനരപ്പടയെ അയക്കുന്നു. എന്നാൽ 4 മാസം കഴിഞ്ഞിട്ടും സുഗ്രീവൻ തങ്ങളെ സഹായിക്കാനെത്താതിരിക്കുമ്പോൾ രാമൻ തൻ്റെ പരിഭവം ലക്ഷ്മണനോട് അറിയിക്കുന്നു. ശ്രീരാമൻ ഒരു വാക്കു നൽകിയാൽ മതി. വാക്കു പാലിക്കാത്തതിന് ബാലി പോയ ഇടത്തേക്ക് സുഗ്രീവനെയും പറഞ്ഞയച്ചേക്കാമെന്ന് ലക്ഷ്മണൻ പറയുന്നുണ്ട്. എന്നാൽ സുഗ്രീവൻ തൻ്റെ സുഹൃത്താണെന്നും ആയതിനാൽ ഈ വിവരം സുഗ്രീവനെ ഒന്ന് ഓർമ്മപ്പെടുത്തിയാൽ മാത്രം മതി എന്നും ശ്രീരാമൻ ലക്ഷ്മണനോട് പറയുന്നു. ലക്ഷ്മണൻ സുഗ്രീവൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ അംഗദൻ, ഹനുമാൻ, താര അതായത് ബാലിയുടെ പത്നി ഇവർ ഒരുമിച്ച് ലക്ഷ്മണനെ സമാധാനിപ്പിക്കുന്നു. വാനരന്മാർ സീതാന്വേഷണത്തിനു പോയ കഥ ലക്ഷ്മണനെ താര അറിയിക്കുന്നു. ശേഷം ലക്ഷ്മണനൊപ്പം സുഗ്രീവൻ ശ്രീരാമസവിധത്തിൽ അണയുന്നു. സീതാദേവിയെ കണ്ടെത്തും വരെ ഇനി മുതൽ താനും വനത്തിൽ തന്നെയാണ് കഴിയാൻ പോവുകയെന്നും ശ്രീരാമനോടൊപ്പം തന്നെയായിരിക്കും താനും ജീവിക്കുക എന്നും സുഗ്രീവൻ അറിയിക്കുന്നു.